ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ CSET ബുള്ളറ്റിലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ്. ഇപ്പം നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അധികം പരിചയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ICSE നമ്മൾ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടുവച്ചോണം. ഇതുപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. 2 കോളം തന്നിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസെപ്റ്റ് അതുപോലെ തന്നെ കോളം ബിയിൽ ആസ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ റിലേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് കോൺസെപ്റ്റും അതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള 2 കോളത്തിൽ തന്നിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് വായിക്കാം. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടർണിറ്റി. ഈ ടേംസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നീതി, സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, സമത്വം, ഫെർട്ടർണിറ്റി, സാഹോദര്യം, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന വാക്കുകളാണല്ലോ. ഇതിനോട് യോജിക്കുന്ന ടേംസ് അല്ലെങ്കിൽ സെന്റൻസ് ഏതാണെന്ന് പറയണം. അപ്പോൾ കോളം ബിയിൽ കൊടുത്തിട്ടുണ്ട് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ആൻഡ് ബി സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സി തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ആൻഡ് ഡി സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് നോക്കാം. കോളം എയിൽ ജസ്റ്റിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീതിയാണ് അല്ലേ. നീതി വേണം എല്ലാ കാര്യത്തിലും. നമ്മൾ എടുക്കുന്ന ഒരു കോർട്ട് ഡിസിഷനിൽ പോലും നിയമം ഉറപ്പുവരുത്താണ്, നീതി ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം കൺസെപ്റ്റിനോട് മാച്ച് ചെയ്യുന്ന വാക്കല്ല സെന്റൻസ് ഏതാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എനിക്കൊന്നു അതിൽ നോക്കി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, യൂണിറ്റി ഓഫ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ മൊത്തത്തിൽ പറഞ്ഞിരിക്കുക. അതുപോലെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ മീൻസ് സാമൂഹികം, ഇക്കണോമിക് സാമ്പത്തികം, പൊളിറ്റിക്കൽ രാഷ്ട്രീയം. അപ്പൊ ഈ മൂന്ന് മേഖലകളിൽ നിന്നും ജസ്റ്റിസ് വേണം. ജസ്റ്റിസ് ആസ് പെർ സോഷ്യലി ജസ്റ്റിസ് ആയിരിക്കണം, എക്കണോമിക്കലി ജസ്റ്റിസ് ആയിരിക്കണം, പൊളിറ്റിക്കബിളി ജസ്റ്റിസ് ആയിരിക്കണം, ജസ്റ്റിഫിക്കബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ 1ന്റെ ആൻസർ ബി ആണ്. ഓക്കെ. ദെൻ ലിബർട്ടി. ലിബർട്ടി എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാം. അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അത് ഭരണഘടന ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിന് പറ്റിയ വാക്ക് സെന്റൻസ് ഏതാ നോക്കിയേ? സി നോക്കിയേ. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. അത് കുറച്ചുകൂടെ മാച്ചിങ് ആണ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, നമ്മുടെ തോട്ട്, നമ്മുടെ വിചാരങ്ങൾ, ബിലീഫ്, വിശ്വാസങ്ങൾ, ഇതെല്ലാം എന്താണ്? നമ്മുടെ പേഴ്സണലാണ്. അത് ലിബർട്ടി ആയിട്ട് മാച്ച്ഡ് ആണ്. അപ്പൊ 2ന്റെ ആൻസർ സി ആണ്. ആൻഡ് തേർഡ് വൺ ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്താണ്? സമത്വമാണ് അല്ലെ. മൊത്തത്തിലുള്ള സമത്വം. അതെവിടെയാണ് വേണ്ടത്? എവിടെയാണ് നമുക്ക് ഈ സമത്വം വേണ്ടത്? നോക്കി, അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഡി ആണ്, സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് അവസര സമത്വം വേണം. എല്ലാ ഗവൺമെന്റ് ജോലികളിൽ മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരും ഒരുപോലെ പരിഗണിക്കണം. അതുപോലെ എല്ലായിടത്തും നമുക്ക് ആ സമത്വമാണ് ആവശ്യം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമത്വം തരണം. എങ്ങനെയാണ് പറയാം? സോ ഇറ്റ്സ് ബെറ്റർ 3. ഓപ്ഷൻ ഡി ആണ് 3ക്ക് ചേരുന്നത്. ദെൻ ഫോർത്ത് വൺ ഫെർട്ടേണിറ്റിയിലെ ഫെർട്ടേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹോദര്യമാണ്, യൂണിറ്റി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പം അത് ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അപ്പോൾ എല്ലാത്തിനും ആൻസർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇങ്ങനെയൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് വെച്ച് തന്നെ ആലോചിച്ച് എഴുതേണ്ട ഉത്തരങ്ങളാണ് ഇങ്ങനെ വരുന്നത്. സോ കെയർഫുൾ അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത വരാൻ പോണ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഇച്ചിരൂടെ കെയർഫുൾ ആയിരിക്കണം. ഫസ്റ്റ് അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. എ ബി സി ഡിയിൽ ഏതാ വരിക? ഓപ്ഷൻ എ അല്ലേ വരിക. 1ന്റെ ആൻസർ ബി ആണ്, 2ന്റെ ആൻസർ സി ആണ്, 3ന്റെ ആൻസർ ഡി ആണ്, ആൻഡ് 4th വൺ എ ആണ്. അപ്പം 6ന്റെ ആൻസർ എ തന്നെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് നോക്കി വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇറ്റ്സ് ക്വൈറ്റ് ഈസി ആണ്, പക്ഷെ കുറച്ച് നേരം എടുക്കും ആൻസർ ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ലീഗൽ മാക്സിം ആണ്. ക്യൂ ഫെസിറ്റ് പെർ എലിയം ഫെസിറ്റ് പെർ സി മീൻസ്. എന്താണ് ഈ ലീഗൽ മാക്സിം, ലീഗൽ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹി ഹു ആക്ട്സ് ത്രൂ അനദർ ആക്ട് ബൈ ഹിംസെൽഫ്. വൺ കനോട്ട് ട്രാൻസ്ഫർ ബെറ്റർ ടൈറ്റിൽ ദാൻ ഹി ഹാസ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. എ പേഴ്സൺ ഷുഡ് നോട്ട് ബി കണ്ടംനഡ് അൺഹേർഡ്. ഇതിലേതാണ് ഓക്കെ ആയിട്ട് വരുന്നത്? നോക്കിയേ. ഇതിൽ ഓക്കെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ
ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ലീഗൽ മാക്സിം നിങ്ങൾ നന്നോണം വായിക്കണം കേട്ടോ. ഒരു 3-4 തവണയൊക്കെ വായിക്കുമ്പോഴേക്കും സംഭവം സെറ്റാവും. പിന്നെ എവിടെ കണ്ടാലും നമുക്ക് കാണാതെ പഠിക്കാതെ തന്നെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ എഴുതാൻ പറ്റും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏജൻസി പ്രിൻസിപ്പിൾ, ആ ഒരു ബന്ധമില്ലേ, പ്രിൻസിപ്പൽ ഏജൻസി വഴി ചെയ്യുന്ന അല്ലെങ്കിൽ ഏജന്റ് വഴി ചെയ്യുന്ന ആ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹി ഹു ആക്ട് ത്രൂ അനദർ ആക്ട് ബൈ ഹിംസെൽഫ്. And 8th question, which of following is not essential element of? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് ആണ്. നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് എന്ത് വരും, നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നോട്ടല്ല നോക്കുക, എസെൻഷ്യൽ എലമെന്റ് ഏതാണോ അത് കയറി ടിക്ക് ചെയ്യും. നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അത് നമ്മൾ ഓർക്കണം. നോട്ട് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട് അണ്ടർ സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നോക്കിയേ, ഓപ്ഷൻസ് ഫ്രീ കൺസെന്റ് ഫസ്റ്റ് എലമെന്റ് ആണ് അല്ലേ. കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് 2 പാർട്ടീസിന്റെ ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആണ്. അതൊരു ഫാക്ടറാണ്, എസെൻഷ്യൽ ഫാക്ടറാണ്. ദെൻ കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട്, അതും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ്. ദെൻ ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്ട് മസ്റ്റ് ആയിട്ടും വേണ്ട സംഭവമാണ്. രജിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ്, അത് വേണോ? അത് കമ്പൽസറി അല്ല. സോ നമ്മുടെ ആൻസർ അതാണ്. എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് ദ ഡോക്യുമെന്റ് നമുക്കിവിടെ ആവശ്യമില്ല. അതുകൊണ്ട് നോട്ട് ദ എലമെന്റ് ഓഫ് ആൻ എസെൻഷ്യൽ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ദി എഗ്രിമെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ലുക്ക് അറ്റ് ദ സീരിയസ്. അപ്പോൾ ഇതൊരു ലോജിക്കൽ റീസണിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, കാണുമ്പോൾ എന്തോ സംഭവം എന്നൊക്കെ തോന്നും. നമുക്ക് പല രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ കത്തും, എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. ലുക്ക് അറ്റ് ദ സീരീസ് 36, 34, 30, 28, 24. വാട്ട് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കിയേ, 36ഉം 34ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലേ. 36ൽ നിന്ന് 2 പോയാൽ 34 കിട്ടും. 34ഉം 30 ആയിട്ടുള്ള ബന്ധം എന്താണ്? 34ൽ നിന്ന് 4 പോയാൽ 30 കിട്ടും. 30ൽ നിന്ന് 28ലേക്ക് വീണ്ടും 2 കുറച്ചാൽ മതി. ഓക്കെ, 28ൽ നിന്ന് 24ലേക്കോ 4 കുറച്ചാൽ മതി. അപ്പോൾ 2 4 2 4 അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ എന്താ അടുത്ത ചെയ്യേണ്ട വരിക? അടുത്തത് വീണ്ടും 2 കുറയ്ക്കണം. 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആൻസർ? 22. 24 മൈനസ് 2 22 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 22. ഈസി അല്ലേ? ദെൻ അടുത്തത് 10th question, which word does not belong with the others? മറ്റതുമായിട്ട് ബന്ധപ്പെടാത്ത, ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. എ ഇൻഡെക്സ്, ബി ഗ്ലോസറി, സി ചാപ്റ്റർ, ഡി ബുക്ക്. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ഇൻഡെക്സ്, ഗ്ലോസറി, ചാപ്റ്റർ ഇതെല്ലാം ഒരു ബുക്കിൽ, ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ഇൻഡെക്സ് ഉണ്ട്, ഗ്ലോസറി ഉണ്ട്, ചാപ്റ്റർ ഉണ്ട്. പക്ഷെ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ബുക്ക്. ബുക്കിനകത്താണല്ലേ ഇതെല്ലാം ഉള്ളത്. സോ ബുക്ക് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ആൻസർ ബുക്കാണ്. സോ ആൻസർ ഈസ് ഡി. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെല്ലാം ചെയ്തത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ എക്സാമൊക്കെ നന്നായി വൃത്തിയായി പഠിച്ചിട്ട് എഴുതുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, all the best.